ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ, ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ പൊതുവേ സൺഡേ ആയി കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും റെസ്റ്റാണ്. പക്ഷേ നമ്മൾ ലേഡീസിന് അങ്ങനെ റെസ്റ്റൊന്നുമില്ല, നമ്മൾക്ക് എല്ലാ ദിവസവും പണി ചെയ്യണമല്ലോ. നമ്മളെ റെസ്റ്റൊന്നുമില്ല. പൊതുവെ സൺഡേ കഴിഞ്ഞാൽ എനിക്ക് പണി കൂടുതലാണ് കേട്ടോ, എന്തെങ്കിലും സ്പെഷ്യലൊക്കെ അന്നാണ് ഉണ്ടാക്കുക. അപ്പോൾ കാലത്ത് തന്നെ ഞാൻ എന്താ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ട് പണി തുടങ്ങാൻ വെച്ചു. എന്നും കട്ടൻ ചായ ഞാൻ കാലത്ത് കുടിച്ചിട്ട് പണി തുടങ്ങും കേട്ടോ, അതാണ് എൻ്റെ എനർജി ഡ്രിങ്ക്. അത് കഴിഞ്ഞ് ഞാൻ കാലത്ത് തന്നെ സ്ഥിരം ദേശീയ ഭക്ഷണമാണ് കേട്ടോ, പുട്ടും കടലയും. അതടക്ക വെക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ കാലത്ത് തന്നെ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഇന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് തക്കാളിയും സാധനങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ, ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. വീക്കെൻഡ് ആകുമ്പോഴേക്കും ഒരാഴ്ചക്കുള്ള സാധനം ഒരുമിച്ച് വാങ്ങാറ്. അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലെ ഗ്രോസറി ഓർഡർ ചെയ്യാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന്, കാരണം എനിക്ക് അതൊക്കെ കിട്ടിയിട്ട് വേണം ബിരിയാണി വെക്കാൻ പറ്റണോ എന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഓക്കെ, തക്കാളി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഫ്രീസറിലായിരുന്നു ചിക്കൻ. അപ്പോൾ വേഗം എടുത്ത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം മസാല ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടാണ്, ഞാൻ അധികം സാധനങ്ങളൊന്നും ചേർക്കാറില്ല. ജസ്റ്റ് ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് തേച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. ആ ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഇരിക്കുന്ന ആ സമയം കൊണ്ട് അപ്പോൾ ബിരിയാണിക്കും ചിക്കനിക്കുള്ള സാധനങ്ങൾക്ക് അരിഞ്ഞ് സെറ്റാക്കി വെക്കും കേട്ടോ. അങ്ങനെ പൊതുവെ അപ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ അതിന് ബിരിയാണിക്കുള്ള സാധനങ്ങൾ ചിക്കനിക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സവാള, പട്ട, ഗ്രാമ്പൂ, കിസ്മിസ്, ഏലക്കായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബിരിയാണിക്ക് വേണ്ട സവാള കേട്ടോ വറുത്ത് വയ്ക്കാറ് എപ്പോഴും. കാരണം ആ സവാള വറുത്തത് കുറച്ച് ബിരിയാണിയിൽ ആദ്യം തന്നെ ചേർക്കുകയാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് നല്ല കൂടുതലായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പൊതുവെ ഞാൻ ബിരിയാണിയിൽ സാധാരണ നറുനെയ്യ് കേട്ടോ ഇടാറ്, ഡാലിനേക്കാളും. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നാറ്. അങ്ങനെ എല്ലാം ചേർത്തിട്ട് ഞാൻ കറക്റ്റ് വെള്ളത്തിൽ 1-1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വറ്റിക്കാറ്, സാധാരണ പോലെ അങ്ങനെ ചെയ്യാറ്. പക്ഷേ വറ്റിച്ച് കറക്റ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ എടുത്ത് ഫാനിൻ്റെ ഇതിൻ്റെ ഇടയിൽ വെച്ച് ആവി കളയും കേട്ടോ. കാരണം ആവി ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് അവിടെ ഇരുന്ന് വേവും. അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ കറക്റ്റായിരുന്നു വറ്റി വന്നിട്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതേ ബിരിയാണിയുടെ വേവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഇത് ഫാനിൻ്റെ അടിയിൽ വെച്ചു, ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് ശേഷം ഞാൻ ചിക്കൻ ഓൾറെഡി ഞാൻ ബിരിയാണീൻ്റെ ഒപ്പം തന്നെ സൈഡിൽ കൂടെ ചിക്കൻ സവാളയൊക്കെ വഴറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വഴറ്റി കറക്റ്റ് മസാലയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ചിക്കനെ നേരെ ഇട്ട് കൊടുത്തു. ഞാൻ ഇങ്ങനെ ചിക്കൻ വയ്ക്കാത്ത, അതിൽ ഞാൻ തീരെ വെള്ളം ഒഴിച്ചൊന്നും കൊടുക്കാറില്ല. മസാലയൊക്കെ വഴറ്റിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കും, പിന്നെ അത് മൂടി വയ്ക്കും. അപ്പോൾ അതെല്ലാം ഇരുന്നിട്ട് അതിൻ്റെ ചിക്കനിലെ വെള്ളമൊക്കെ പുറത്തേക്ക് വരും, ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആവും കേട്ടോ. അതിന് ശേഷം അവസാനം എന്താ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ വേവിക്കും. ഇപ്പോൾ ഓൾറെഡി പകുതി വേവായി കഴിഞ്ഞിട്ടുണ്ടായിട്ട് ചിക്കൻ മൂടി വെച്ച് വേവിച്ചിട്ട് വെള്ളമൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിന് ശേഷം അവസാനം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചു എടുക്കും ഈ വെള്ളത്തിന്. അപ്പോൾ ചിക്കൻ ഓക്കെ ആവും കേട്ടോ, സെറ്റാവും. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്, ബിരിയാണിയും ചിക്കനും. അതിനിടയിൽ കൂടെ ഞാൻ ഒരു സർലസും കൂടി ഉണ്ടാക്കി. അപ്പോൾ എനിക്കാണെങ്കിൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണ്ട അതിൻ്റെ സ്മെല്ല്. ഞാനപ്പോൾ വേഗം തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ തന്നെ ആദ്യം കഴിക്കായിരുന്നു കേട്ടോ. ചിക്കൻ്റെ ലെഗ് പീസ് എല്ലാവരും എനിക്കാണ് കേട്ടോ വീട്ടിൽ. ഹസ്ബൻഡിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ഭാഗ്യ 2 ചിക്കൻ പീസ് ഞാൻ എടുക്കാറ്. എൻ്റെ വീട്ടിലെങ്ങാനാണെങ്കിൽ തല്ലാണ് ഞാനും എൻ്റെ അനിയത്തിയും. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ തന്നെ ഫുഡ് കഴിക്കായിരുന്നു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ഈ ചുരിദാർ ഇട്ടിട്ടാണ് പോകുന്നത്, ഒരാളെൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, സാധാരണ എനിക്ക് റെഡി ആവാനായിട്ട് കുറച്ചധികം സമയം വേണം. അത് കഴിഞ്ഞതാ ഞങ്ങളൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇവിടെ ഞങ്ങൾ ലേറ്റായപ്പോൾ ആരുമില്ല എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണുള്ളൂ. എല്ലാവരും നടക്കാനും ബീച്ച് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വരും കേട്ടോ. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്, വിൻ്ററൊക്കെ നല്ല രസമാണ്. ഇവിടെ നിറയെ ആളുകളൊക്കെ ഇരിക്കും, ടെൻ്റൊക്കെ ചെയ്തിരിക്കാറുണ്ട് ആളുകൾ. ഇത് ഞാൻ ബീച്ചിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫുള്ള് ഒരു അറ്റം വരെ കടലല്ലോ കേട്ടോ കണ്ടില്ല. അതിനപ്പുറം കാണുന്നത് ഷാർജ എമിറേറ്റ് ആണ്. ഇത് ശരിക്കും സീയുടെ ഒരു എക്സ്റ്റൻഷനാണ് ലാൻഡിലേക്കുള്ളത്. ഗൾഫിൽ നിന്ന് എങ്ങനെ അതിനെ പറയുന്നത്, ഈ വാട്ടർ ബോഡി എക്സ്റ്റൻഷന്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ദുബായാണ്, ഇതിനപ്പുറം കാണുന്നത് അത് ഷാർജ എമിറേറ്റ് ആണ് കേട്ടോ. നല്ല രസം അവിടെ നൈറ്റ് വന്നിരിക്കാനായിട്ട് രസം, അപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് കാണാൻ. അപ്പോൾ അവള് ഞങ്ങളുടെ കൈയൊക്കെ വിട്ട് ഓടിപ്പോയിട്ടാ. ഞങ്ങൾ നോക്കി എവിടെ വരെ പോകുന്നുള്ളൂ നോക്കി, പക്ഷേ കക്ഷി തിരിഞ്ഞു നോക്കുന്നേ ഉണ്ടായില്ല. ഒറ്റ പോക്കായിരുന്നു. ലാസ്റ്റ് പറ്റില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾ പോയി എടുത്തിട്ട് വന്നതാട്ടോ. ഞങ്ങളങ്ങനെ കുറേ കഴിഞ്ഞിട്ടാട്ടോ അവിടെ നിന്ന് കുറച്ചധികം നേരം അവിടെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ബീച്ചിലിങ്ങനെ നടന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് വീക്കെൻഡ് സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇനി നാളെ തൊട്ട് വീണ്ടും വർക്കിന് തിരക്കാണ്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കാണുന്ന എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ വരയ്ക്കും. ബൈ ബൈ.